നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് സ്കോൺസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെൽത്തി വേർഷനിൽ ഓട്സ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ജാം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ്. ഓട്സിന്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം വേണം, പഞ്ചസാര വേണം, ബേക്കിംഗ് പൗഡർ വേണം, മുട്ട വേണം, പിന്നെ നമുക്ക് വേണ്ടത് ജാം വേണം. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് ജാം വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വെണ്ണ വേണം, വാനില എസൻസ് വേണം. വെണ്ണ ഞാൻ ഓൾറെഡി പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഐസ് കോൾഡ് ബട്ടർ ആണ് വേണ്ടത്. പിന്നെ ഓട്സിന്റെ കാര്യം, ഓട്സ് നമുക്ക് ഏകദേശം ഒരു 2-2.5 കപ്പോളം ഓട്സ് ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ട് ഓൾറെഡി മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ അല്ല, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്ന പോലെ നല്ല ഫൈൻ പൗഡർ അല്ല എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ഒക്കെ അതിൽ കിടപ്പുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ല ഫൈൻ പൗഡറാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഓവൻ ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. കൺവെക്ഷൻ ഓവനാണ് അതിൻ്റെ. ഇപ്പോൾ സാധാരണ ഓവൻ്റെ കാര്യം ഞാൻ നേരത്തെ ഓൾറെഡി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇപ്പോൾ ലിങ്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആദ്യം വേണ്ടത് ഒരു പിസ്സ പാനോ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പാനിൻ്റെ ബാക്ക് വശത്തോ ഒക്കെ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ കുക്കി ഷീറ്റിൽ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പിസ്സ കൺവെക്ഷൻ ഓവനിൽ വരുന്ന പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയോ വെണ്ണയോ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാനിൻ്റെ എല്ലാ വശത്തും എണ്ണ തേച്ച് കൊടുക്കുക. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഈ ബൗളിലോട്ട് ഏകദേശം ഇപ്പോൾ 1 കപ്പ് ഓട്സിന്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈൻ പൗഡർ അല്ല, ഞാൻ പറഞ്ഞു ഇതിൽ ഇപ്പോഴും ബിറ്റ്സ് ആൻഡ് പീസസ് കിടപ്പുണ്ട്. ഞാൻ അത്ര ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. കുറച്ച് ഫ്ലേക്സ് ഒക്കെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അല്ല ഫൈൻ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലോണം പൊടിക്കാം കേട്ടോ. അപ്പോൾ ഈ പൊടിയിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 1.5 കപ്പ് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ബാറ്റർ എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എപ്പോഴും കുറച്ച് കയ്യിൽ കരുതിക്കൊള്ളൂ കേട്ടോ, കാരണം നമുക്ക് പിന്നീട് ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് വെണ്ണ. വെണ്ണ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് വെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 57 ഗ്രാം വരും. അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചതാണ്. നിങ്ങൾക്ക് ബൗള് കാണുമ്പോൾ മനസ്സിലാവുന്നതാകും. ഞാൻ ഫ്രീസറിൽ എടുത്തു വെച്ചതാണ്. നല്ല തണുത്ത ബട്ടർ വേണം. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൈ കൊണ്ട് നന്നായി തിരുമ്മി പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും നനഞ്ഞ മണ്ണ് മാതിരി ഉണ്ടാവും. കൈ കൊണ്ട് നന്നായി ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ കൈയിൻ്റെ ചൂടുകൊണ്ട് ചെറുതായൊന്ന് ഉരുകി തുടങ്ങും. പക്ഷെ എല്ലാം മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് കിടന്നാലും കുഴപ്പമില്ല. ഓവനിൽ ബേക്ക് ആകുമ്പോൾ ആ ടേസ്റ്റ് അങ്ങനെ വന്നോളും. അപ്പോൾ കൈ കൊണ്ട് ഞാൻ നന്നായി പ്രസ് ചെയ്തിട്ട് എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെണ്ണ എത്തിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് കിടന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ശരിക്കും നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിയിലോട്ട് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ.
ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു 1/4 കപ്പ്, അതായത് ഒരു 1/4 കപ്പ് വേണം. അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്നും ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം ഈ സ്കോൺ പ്രിപ്പയർ ചെയ്തിട്ട് മേലെയും സൈഡിലൊക്കെ തേക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാനൊരു 1/4 ഭാഗം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ആഡ് ചെയ്യാണ്. കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ബാക്കി വരും. അത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പം ശരിക്കും ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നമുക്ക് ഓട്സ് ഒട്ടും പോരാ. പിന്നെ നമുക്ക് ഇനിയും ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം ഞാൻ ഇവിടെ ഒരു നോക്കട്ടെ, ആഡ് ചെയ്ത് കൊടുക്കുന്തോറും ഞാൻ ആഡ് ചെയ്ത ശേഷം ഞാൻ പറയാം എത്ര വേണമെന്നുള്ളത്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്തോറും അത് മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ലിക്വിഡും എല്ലാം വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഞാൻ കണ്ടില്ലേ, ഞാൻ ഒരു ഫുഡ് പ്രോസസ്സറിൽ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചധികം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു കപ്പോളം വീണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേമാതിരി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കണം, ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്നുണ്ടാവും, ഓട്സിൻ്റെ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ നമ്മുടെ തിട്ടിലോട്ട്, കിച്ചണിൻ്റെ തിട്ടിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത്, നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ഓട്സിൻ്റെ പൊടി തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് മേലെ ലെയർ ചെയ്യാനുള്ളതാണ്. ഈ ഹാഫ് നമുക്ക് നന്നായി നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ നന്നായി പരത്തിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഓട്സ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഗോതമ്പോ മൈദയോ ഒക്കെ പരത്തുന്ന മാതിരി കറക്റ്റായിട്ട് വരില്ല, വിണ്ട് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ വിണ്ട് കീറുന്ന സ്ഥലമൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, കറക്റ്റായിട്ട് വന്നോളും. എന്നിട്ട് അപ്പോൾ ഞാൻ ഒരു റോളിംഗ് പിൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി വരുത്തുന്ന കോലുകൊണ്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുകയാണ്. കണ്ടോ ഇതാ വിട്ട് വരുന്ന കണ്ടില്ലേ, ആ സ്ഥലമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേമാതിരി കൈ കൊണ്ടൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. മാവ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന കോലിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ കോലിലും കുറച്ച് പൊടി തേച്ച് കൊടുക്കുക. അതുപോലെ തിട്ടിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തിട്ടിലും കുറച്ചുകൂടെ മാവ് ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു പൊറോട്ടയുടെ തിക്നെസ് നമുക്ക് വേണം. ചപ്പാത്തി മാതിരി തിന്നാവണ്ട, നല്ല തിക്നെസ് വേണം. അപ്പം എവിടെയെങ്കിലും ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൈ കൊണ്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തോളൂ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ആ മുട്ട ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്നാലേ നമ്മുടെ സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സൈഡൊക്കെ കുറച്ച് ക്രിസ്പായിട്ട് വരുന്നത് ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ മേലെയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം തന്നെ അമൂലിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫ്രഷ് ക്രീം. അപ്പോൾ നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്ന ബ്രാൻഡ് ഈസി ആയിട്ട് കിട്ടുന്നത് അമൂലാണ്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടയിലോട്ട്, നമ്മൾ ബാക്കി വെച്ച മുട്ടയിലോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് സൈഡിലെല്ലാം നമ്മളൊരു ബോർഡർ ആദ്യം ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ആ ഭാഗം നമ്മൾ വേവിച്ച് വരുമ്പോൾ, നമ്മൾ ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ക്രിസ്പായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേമാതിരി നമ്മൾ ബാക്കി മേലെ ഒരു ലെയർ കൂടെ വരാനുണ്ട്, അപ്പോൾ അതും ഒന്ന് ഒട്ടിപ്പിടിച്ചോളും. ഇതാ എല്ലാ ഭാഗത്തും ഞാൻ ക്രീമും മുട്ടയുടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഞാൻ എടുത്തിട്ട്
പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, വിട്ടുപോവാതെ. അങ്ങനെ എങ്ങാനും വിട്ടുപോവുകയാണെങ്കിൽ കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. കാരണം ഞാൻ വിട്ടുപോകുമെന്ന് പറയാൻ കാരണം, വിട്ടുപോകാൻ സാധ്യതയുണ്ട്, ഉറപ്പായിട്ടും വിട്ടുപോകും. കാരണം നമ്മൾ ഓട്സ് ആണ്, അപ്പം കറക്റ്റ് ആയിട്ടുള്ള ബൈൻഡിങ് ഏജന്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, മൈദയോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നന്നായി യോജിപ്പിച്ചിരിക്കുള്ളൂ. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിട്ടുവരാൻ സാധ്യതയുണ്ട്. അതൊന്ന് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ജാം ആഡ് ചെയ്തിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ജാം ആഡ് ചെയ്ത് കൊടുത്തത്. മിക്സഡ് ഫ്രൂട്ട് ജാം ആണ്, ഏത് ജാം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു ലെയർ ഡിവൈഡ് ചെയ്ത് വെച്ചില്ലേ, ആ ലെയർ എടുത്തിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പരത്താൻ പറ്റില്ല, കാരണം ക്രാക്ക് വരുന്നതുകൊണ്ട് പരത്താൻ പറ്റില്ല. ഞാൻ കുറച്ച് പീസസ് ആയിട്ട് എടുത്ത് അവിടെയും ഇവിടെയും ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി എല്ലാവിടേക്കും പ്രസ് ചെയ്ത് കൊടുക്കണം. ജാമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, എന്നാലേ കറക്റ്റായിട്ട് ആ ടേസ്റ്റും എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാ ഭാഗത്തേക്കും കാണുന്നുണ്ടല്ലോ, എല്ലാ ഭാഗത്തേക്കും പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ആ സെക്കൻഡ് ലെയർ എടുത്തിട്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി വന്നോളും, മേലത്തെ ലെയർ നന്നായി കവറായിട്ട് വന്നോളും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കത്തി എടുത്തിട്ട് ഇതിനെ 8 മുറിക്കാൻ പോവാണ്. നമ്മൾ പിസ്സ എല്ലാം കട്ട് ചെയ്യുന്ന മാതിരി തന്നെ 8 മുറിക്കാൻ പോവാണ്. എന്നിട്ട് ഇത് നമ്മൾ ഈ പാനിൽ നിന്ന് എടുത്ത് ഒന്ന് മാറ്റി വെക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ബേക്കായിട്ട് വരുള്ളൂ. അപ്പം ഇങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പം എല്ലാ സൈഡും ഒരേപോലെ വെന്ത് വരില്ല. അപ്പം ഒന്ന് വിട്ട് മാറ്റി വെക്കണം. ഞാൻ 8 പീസായിട്ട് കട്ട് ചെയ്യാണ്. കണ്ടല്ലോ, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ പീസും ഒന്ന് അകറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ബേക്ക് ആവുന്ന സമയത്ത് എന്തായാലും ജാം എല്ലാം പുറത്ത് വരും, കാരണം ബേക്ക് ആകുമ്പോൾ ആ ചൂടുകൊണ്ട് ജാം ഒന്ന് ഉരുകി വരും. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ സ്പോൺസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഞാൻ 8 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെയും ക്രീമും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് മേലെ കൂടെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല ഡാർക്ക് ബ്രൗൺ നിറവും വരും, നല്ല കളറും വരും, നല്ല ക്രിസ്പായിട്ട് വരും ചെയ്യും. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ജെല്ലി നമുക്ക്, അതായത് ജാം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും. എല്ലാ ഭാഗത്തും ക്രീമും മുട്ടയും തേച്ച് കൊടുക്കുക. ഇത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 15-20 മിനിറ്റ് അത്രയും ടൈം, 15 മിനിറ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണം. മേലെയൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമ്മൾ ഓവനിൽ നിന്ന് എടുക്കണം. തൊട്ട് നോക്കുമ്പോൾ നല്ല മേലെയൊക്കെ നല്ല ക്രിസ്പായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് സ്കോൺസ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനിത് ബ്രഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇത് ഓവനിൽ ഞാൻ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 15-20 മിനിറ്റ്സ് അത്രയും ടൈം മനസ്സിൽ വെച്ചോളൂ. ഒരു 15 മിനിറ്റ്സ് ആയി കഴിഞ്ഞ ഉടനെ ചെക്ക് ചെയ്യണം. ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ടൈമർ ഒരു 20 മിനിറ്റ്സിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ആയി കഴിഞ്ഞ ഉടനെ നമുക്ക് തുറന്ന് നോക്കണം ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. നല്ല മേലെയെല്ലാം നല്ല ഡാർക്ക് ബ്രൗൺ നിറമാവും, നല്ല ക്രിസ്പായിട്ടുണ്ടാവും. തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും മേലെയെല്ലാം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉള്ളിലത്തെ കാര്യം നമുക്ക് കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ല ബ്രൗൺ നിറമായി വരുന്നവരെ നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ 15 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഈ കളർ വന്നിട്ടുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാണ്, ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, സ്കോൺസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും എല്ലാം ചൂടുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചൂടാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് ക്യാമറ എടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ജാമെല്ലാം നമുക്ക് ലെയറിൽ കാണാം, അടി സൈഡെല്ലാം നല്ല ക്രിസ്പാണ്, കണ്ടുമല്ലോ. താഴെ സോഫ്റ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്കോൺസ് ഇരിക്കുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.